ഹലോ. അപ്പോൾ ദേ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത് ചെമ്പാവരി പുട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ചെമ്പാപ്പൊടിയാണ് മേടിച്ചത്, ചെമ്പാ പുട്ടുപൊടി. അപ്പോൾ ദേ അത് ഞാൻ നനച്ചെടുക്കണേണ്. പച്ചവെള്ളത്തിലാണ് ഞാൻ നനച്ചത്, പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നനച്ചെടുക്കണേണ്. അപ്പോൾ അത് ഇരിക്കും തോറും ഇങ്ങനെ കുതിർന്ന് വരും. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും നനച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ തേങ്ങയൊക്കെ ചിരട്ടിയെടുത്തിട്ട് നമുക്കിനി സാധാരണ പുട്ടുണ്ടാക്കണ പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദേ തേങ്ങ ഇട്ട് കൊടുത്ത് പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ അത് ആവിയേറ്റി പുട്ടുണ്ടാക്കി. അപ്പം ഞാൻ പുട്ടിന് കൂട്ടാനായിട്ട് ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കണത്. ഇറച്ചിയിൽ ഉരുളൻകിഴങ്ങും പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ടായതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ എൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത കണ ഞാൻ വെച്ചിട്ടുണ്ട്, കറി അവിടെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് പുട്ട് കഴിക്കാം. അപ്പം ഞാൻ പുട്ടും ഈ ഇറച്ചിക്കറിയും കൂടിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ എപ്പോഴും അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും ആണല്ലോ, അപ്പോൾ ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു പുട്ട്. പിന്നെ ആണെങ്കിൽ എൻ്റെ കെട്ടിയനി ചേട്ടനി പപ്പടവും കൂടി വറുത്ത് കൊടുത്തേ. പക്ഷേ പപ്പടം ഇട്ട് പുരട്ടുമ്പോൾ എന്താണെന്നറിയാമോ, ഒരു നനവില്ലാത്ത കാരണം ഒരു ഇതില്ല. പഴം ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇറച്ചി ഇട്ട് തന്നെ തിന്നു. ഓക്കെ, ബൈ.